നമസ്കാരം. VT ബൽറാം വടി കൊടുത്ത് മണിയാശാന്റെ കയ്യിൽ നിന്നും മേടിച്ച അടിയെ പറ്റി പറയാതെ വയ്യ. ഒപ്പം VD സതീശനെയും പൊളിച്ചടക്കിയിട്ടുണ്ട് ഇടതുപക്ഷം. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2-3 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വ്യാജ പ്രചരണങ്ങളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പൊടിക്കൈകളും ഒക്കെയായി പ്രതിപക്ഷം കളത്തിലിറങ്ങിയിരിക്കുകയാണ്. എട്ടുകാലി മമ്മുഞ്ഞിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് VD സതീശന്റെ പ്രവർത്തനങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പല രീതിയിലുള്ള പ്രചരണങ്ങളും ഒക്കെ. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടും എന്നാണല്ലോ പ്രതിപക്ഷത്തിന്റെ അവരുടെ വാദം. എന്തായാലും കഴിഞ്ഞ ദിവസം MM മണി ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടുന്ന കാഴ്ച കണ്ടു. അതായത് ഇന്നലെ LDF 110 സീറ്റ് കിട്ടും എന്ന ഒരു പ്രഖ്യാപനം നടത്തി. തീർച്ചയായും 110 സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയെന്നൊക്കെ വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം. എന്തായാലും ഈ 110 സീറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MM മണി ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായി. അദ്ദേഹം ഇങ്ങനെയാണ് കൊടുത്തത്: ഇതൊരു ഫോൺ നമ്പർ അല്ല, കഴിഞ്ഞ 4 നിയമസഭയിലെ LDFന്റെ സീറ്റുകളാണ് എന്നാണ് MM മണി ഫേസ്ബുക്കിൽ കുറിച്ചത്. പെട്ടെന്ന് തന്നെ നമ്മുടെ തൃത്താലയിലെ ജനങ്ങൾ തോപ്പിച്ചിരുത്തിയ ഒരു MLA ഉണ്ടല്ലോ, ഏത് VT ബൽറാം. അതായത് BJP ഒരു അസറ്റ് എന്ന് പറയാതെ വയ്യ, BJPക്ക് അടിക്കാൻ വേണ്ടി വടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ മൂപ്പരാണ്, കോൺഗ്രസിന്റെ ഒരു ശാപം എന്ന് പറയാതെ വയ്യ. അങ്ങനെ VT ബൽറാം മറ്റൊരു പോസ്റ്റ് ഇടുകയാണ്. VT ബൽറാം അത് ഇങ്ങനെ എഴുതി: 98 68 91 99 35 തൽക്കാലം ഇതൊരു ഫോൺ നമ്പർ ആണ്, കുറച്ചു കഴിഞ്ഞാൽ മാറ്റത്തിന്റെ മാന്ത്രിക സംഖ്യയും. ഒരു 35 എന്ന് പറയുന്ന ഒരു സീറ്റ് കൂടി ആഡ് ചെയ്തു. അതായത് ഈ തിരഞ്ഞെടുപ്പിൽ 35 സീറ്റ് LDFന് കിട്ടൂ എന്ന് നമ്മുടെ VT ബൽറാം അങ്ങനെ അങ്ങ് ഉറപ്പിച്ച് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു കാര്യം, 100 സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ, അതായത് UDFന് കിട്ടുകയുള്ളൂ എന്നാണല്ലോ ഇവർ അവകാശപ്പെടുന്നത്. 35 സീറ്റ് LDFന് കിട്ടുകയുള്ളൂ എന്നും VT ബൽറാം പറയുന്നുണ്ട്. അപ്പൊ ഈ 5 സീറ്റ് BJPക്ക് കിട്ടുമെന്നല്ലേ VT ബൽറാം പറയുന്നത്? എന്നാലും ആ കരുതല് നമ്മൾ കാണാതെ പോകരുത്. അത് തന്നെയാണ് ഇപ്പൊ BJPക്കാരും പറയുന്നത്. 5 സീറ്റ് ഞങ്ങൾക്ക് കിട്ടുമെന്ന് VT ബൽറാം പറഞ്ഞത് കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആകട്ടെ, അല്ലെങ്കിലും ഞാൻ തന്നെ പറഞ്ഞു, VT ബൽറാമും BJPക്ക് ഒരു അസറ്റാണ്. BJPയുടെ IT സെൽ ഒന്നും ഞാൻ പറയില്ല കേട്ടോ. എന്തായാലും VT ബൽറാം കൊള്ളാം, BJPനെ സംബന്ധിച്ച് കൊള്ളാം. ഇപ്പോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം VT ബൽറാമിനെ ഒന്നുകൂടി എടുത്ത് MM മണി റോസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു: 24 38 22 21 ഇതൊരു ഫാൻസി നമ്പർ അല്ല, കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ 140 കോൺഗ്രസ് നില എന്നാണ് കൊടുത്തത്. വല്ല കാര്യം ഉണ്ടായിരുന്നു ബൽറാം ഒരു ചെറിയ വടി കൊടുത്ത് വലിയ അടി മേടിച്ചു എന്ന് പറഞ്ഞതാണ്. അതായത് കോൺഗ്രസ് നേടിയ ആ വോട്ട് സീറ്റുകളുടെ ആ ഒരു നിലയെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? 50 പോലും പിന്നിട്ടിട്ടില്ല അല്ലേ? പണ്ടേ ദുർബല, ഇപ്പോ ഗർഭിണി എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. അപ്പോ ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഈ കോൺഗ്രസ് ആണ് ഇങ്ങനെ കിടന്ന് മുക്കിയും മൂളിയും ഒക്കെ വലിയ ഗീർവാണം അടിക്കുന്നത് എന്ന് തന്നെയാണ് MM മണി പറയുന്നത്. MM മണിയുടെ 2 പോസ്റ്റും വളരെ വലിയ വൈറലാണ്, അത് വലിയ ചർച്ചയാണ്. മാത്രവുമല്ല, ഇത് കോൺഗ്രസിന് ക്ഷീണം ചെയ്തു എന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നും ഉയർന്നു വരുന്ന പല രീതിയിലുള്ള പ്രതികരണങ്ങളും. ഇത്തരത്തിലുള്ള MM മണിയെ പോലുള്ള വമ്പന്മാരെ ഒന്നും ചൊറിയാൻ പോകരുത് എന്ന് എന്തായാലും VT ബൽറാമിനോട് ഏതെങ്കിലുമൊക്കെ വിവരമുള്ള നേതാക്കന്മാരെ ഒരിടയിൽ ഉണ്ടല്ലോ, അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകാം. ഇനി MM മണിക്കെതിരെ പല വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? MM മണിക്ക് ഇപ്പോ ആരോഗ്യം തീരെ പോരാ, ഒട്ടും വയ്യ, ഓർമ്മശക്തി ഒന്നും കിട്ടുന്നില്ല, ഇത്തവണ മത്സരിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം MM മണി അദ്ദേഹത്തിന്റെ മണ്ഡലത്തില് വളരെ സജീവമാണ്. മണ്ഡലത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ നിരവധിയാണ്. കോൺഗ്രസ്സുകാർ പോലും പറയും അദ്ദേഹം ഒരു വികസന നായകനാണ്. 5000 കോടിയുടെ വികസനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാട്ടോ. ഈ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടും ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ ഉടുമ്പൻചോല ആ ഭാഗത്തൊക്കെ കുറെ കടകളിലൊക്കെ ഇങ്ങനെ കയറി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഞാനൊരു ചങ്ങാതിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, രാഹുലെ, ഞങ്ങളുടെ ഈ മണ്ഡലം, ഈ പ്രദേശം ഇത്രയും വികസന ഒരു ലെവലിലേക്ക് എത്തിച്ചത്, ഇത്രയും വികസനം കൊണ്ടുവന്നത് MM മണിയാണ് എന്ന് പറയണം. അപ്പൊ എന്റെ വിചാരിച്ചത് സഖാവാണ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കേട്ടോ. അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഞങ്ങളുടെ ഇവിടുത്തെ റോഡുകൾ, നിങ്ങൾ വന്ന റോഡ് കണ്ടില്ലേ, മികച്ച റോഡുകളല്ലേ, അങ്ങനെ റോഡുകൾ, അതുപോലെ തന്നെ എന്ത് പ്രശ്നം ആർക്കുണ്ടായാലും രാഷ്ട്രീയം പോലും നോക്കാതെ ഇടപെടുന്ന ഒരു നേതാവാണ് MM മണി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചത്, താങ്കൾ പാർട്ടി പ്രവർത്തിക്കുന്നതിന് സഖാവാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതാണ് ആ മണ്ഡലത്തിലെ വികാരം എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന നമ്മുടെ MM മണിക്ക് ആരോഗ്യം ശരിയല്ല, അദ്ദേഹം
മത്സരിക്കില്ല എന്നൊക്കെ വ്യാജപ്രചരണം നടത്തുന്ന ആളുകളുടെ ഉദ്ദേശലക്ഷ്യം, മത്സരിക്കില്ല എന്ന് പറയുന്ന ആ മാധ്യമങ്ങളുടെ ഉദ്ദേശലക്ഷ്യം എന്തായിരിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. എം മണി പക്കാ സ്ട്രോങ് ആണ്, വികസന നായകനാണ് എന്നുള്ള കാര്യമൊക്കെ എന്തായാലും അവിടെ തന്നെ പോയി അവിടുത്തെ ജനങ്ങളുമായി തന്നെ സംവദിച്ച് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. പൊതുവെ മണിയാശാൻ അവിടെ ഒരു വലിയൊരു ട്രെൻഡ് സെക്ടർ തന്നെയാണ്. അപ്പൊ ആ സീറ്റ് ഉറപ്പാണെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവര് ഈ വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ആകട്ടെ, ഇനി നമുക്ക് വി ഡി സതീശനിലേക്ക് വരാം. വി ഡി സതീശനെ കൊണ്ട് രക്ഷയില്ല. വി ഡി സതീശൻ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് വയനാട് ദുരന്ത ബാധിതരെ നിങ്ങൾ പറ്റിച്ചില്ലേ എന്ന് മാധ്യമങ്ങൾ, ഏത് കൈരളിയുടെയും ദേശാഭിമാനിയുടെയും റിപ്പോർട്ടർ ചോദിച്ചപ്പോ കൊടുത്ത ഉത്തരം ഇപ്പോ ട്രോളുകളിൽ ഇടം നേടുകയാണ്. മുട്ടുകാലിൽ നിന്ന് കാക്ക പറന്നുപോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ഒരു പ്രതികരണം ഒന്ന് കണ്ടോളൂ. രക്ഷാ ക്യാമ്പൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞപ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട് UDF-നെതിരെ. നിങ്ങൾ തന്നെ വയനാട് ചൂരൽമല ദുരന്തത്തിൽ പ്രഖ്യാപിച്ച 100 വീടുകൾ ഇതുവരെ അതിന്റെ ഒരു ഡേറ്റ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കും, എന്ന് ഗുണവാക്ത കണ്ടെത്തും, എന്ന് വീട് പണിയും എന്ന ചോദ്യം ആവർത്തിച്ച് UDF-നെ അലട്ടുന്നുണ്ട്. ആ ചോദ്യത്തിന് മറുപടി ലഭിക്കില്ല. ഞങ്ങള് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്ത്, ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന് ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പൊ എത്രയും 200 വീടായി, ആകെ 400 വീടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. ഈ സമയം കൊണ്ട് 300 അല്ല, 1000 അല്ല, 10,000 വീട് പണിയാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ കോൺഗ്രസ്. പക്ഷെ എവിടെയാണെന്നും രേഖകൾ എവിടെയാണെന്നും ഒന്നും നിങ്ങൾ ചോദിക്കരുത്. നമ്മുടെ പുനർജനി കേസ് പോലെ തന്നെയാണ്. എവിടെ കല്ലിട്ടു, എവിടെ കല്ലിട്ട സ്ഥലത്ത് വീട് വന്നു എന്നൊന്നും ചോദിക്കരുത്. ഇട്ടു വന്നു, അത്രയേ ഉള്ളൂ. അതാണ് ഇവരുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്. നാണമാകുന്നില്ലേ സതീശ എന്ന് വയനാട്ടിലെ ദുരന്ത ബാധിതർ പോലും ചോദിക്കുന്നുണ്ട്. അതായത് അവിടെ ഒരു നല്ല ടൗൺഷിപ്പ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ടൗൺഷിപ്പിന്റെ കൂടി പിതൃത്വം ഏറ്റെടുക്കുന്ന ലെവലിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ട്. ഒരു വീടെങ്കിലും പണിത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു വീട് പണിതു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ ദുരന്തം വന്നപ്പോൾ ആ ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് ഈ മൂത്ത് കോൺഗ്രസിന്റെ ഒരു താഴെത്തട്ടി കിടക്കുന്ന ഒരു കോൺഗ്രസ് ഉണ്ടല്ലോ, യൂത്ത് കോൺഗ്രസ്, അവരൊരു വലിയ പിരിവൊക്കെ നടത്തി അത് മുക്കി ഒരു വീട് പോലും പണിത് കൊടുത്തില്ല. മാത്രമല്ല കോൺഗ്രസ് ഒരു ആപ്പിലൂടെ കുറെ പൈസ ഭരിച്ചു. എന്നിട്ട് എവിടെ ഇപ്പൊ പറയാണ് അതിന്റെ രജിസ്ട്രേഷൻ അടുത്ത ആഴ്ചയാണ്, ഇത് വരും ഇത് വരും. ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ ഇവരെ കഴിഞ്ഞ് വേറെ ആളുണ്ട്. എന്തായാലും എനിക്ക് പറവൂരിൽ നിന്ന് അവിടുത്തെ ഒരു വോട്ടർ കേട്ടോ, അയാൾ അയച്ചു തന്നൊരു ഫോട്ടോയാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഇവരെ കോൺഗ്രസിനകത്തുള്ള ഒരാൾ തന്നെയാണ് അയച്ചു തന്നത്. അപ്പൊ അതിൽ നമുക്ക് കാണാം, അന്ന് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് 2019 ജൂലൈ 13 പറവൂരിലെ 12 കുടുംബങ്ങൾക്കായുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിന് കല്ലിടുന്ന ചിത്രമാണെന്നാണ് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത്. രണ്ടാമത്തെ ചിത്രം 6 വർഷങ്ങൾക്ക് ശേഷം ഫ്ളാറ്റ് തേടിപ്പോയപ്പോൾ ഒരുപാട് തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയ സതീശനിട്ട കല്ലിന്റെ ചിത്രം എന്നാണ് അവർ പറഞ്ഞത്. ഇതാണ് സതീശനും സതീശന്റെ കോൺഗ്രസും. പുള്ളന്റെ പാർട്ടിയിലുള്ള ഒരു അനുഭാവി അയച്ചതെന്നാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം വേറെ ഒന്നും ഉണ്ടല്ല. അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു പേര് പറയരുതെന്ന്. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കണം എന്തൊരവസ്ഥയാണ്. അപ്പൊ ഇതൊക്കെയാണ് സത്യത്തിൽ കോൺഗ്രസ്. കല്ലിട്ടാൽ കോലുകുത്തിയാൽ വികസനം വരുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇവർ ഭരിച്ച ഏത് കാലഘട്ടം എടുത്തു നോക്കിയാലും നമ്മുടെ കേരളത്തെ പിന്നോട്ടടിച്ച ചരിത്രം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. 2, ഇവർ ഭരിച്ചപ്പോൾ മാത്രമാണ് വർഗീയ കലാപങ്ങൾ നടന്നിട്ടുള്ളൂ. ഇവർ ഭരിച്ചപ്പോൾ മാത്രമാണ് വികസന മുരടിപ്പ് സംഭവിച്ചിട്ടുള്ളൂ. ഇവർ ഭരിച്ച സമയത്തൊക്കെ എല്ലാം അടച്ചുപൂട്ടാൻ വലിയ വ്യഗ്രതയായിരുന്നു. KSRTC അടച്ചുപൂട്ടാൻ ശ്രമിക്കുന്നു, അത് പടച്ചുപൂട്ടുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ സർക്കാർ സ്കൂളുകളൊക്കെ പലതും അടച്ചുപൂട്ടി. നമ്മുടെ സർക്കാർ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവസ്ഥയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഏത് മേഖല എടുത്തു നോക്കിയാലും എല്ലാം തകർച്ചയുടെ പാതയിലായിരുന്നു. ആ തകർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കും വികസനത്തിലേക്കും എത്തിച്ച ഗവൺമെന്റിന്റെ പേരാണ് LDF ഗവൺമെന്റ് എന്ന് പറയുന്നത്. പെൻഷൻ എത്ര മാസമാണ് മുടക്കിയത്? 18 മാസം UDF-ന്റെ സർക്കാർ പെൻഷൻ മുടക്കി. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ എടുത്തു നോക്കിയാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെറും വാക്കുകൾ കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണ് UDF-ന്റെ ഭരണകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളൂ. LDF ഭരണത്തിൽ വന്ന ശേഷം ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പെൻഷൻ വർദ്ധിപ്പിച്ചു, അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് LDF ഭരിക്കുന്ന സമയത്താണ് പ്രളയം വന്നത്, നിപ്പ വന്നത്, കോവിഡ് വന്നത്, അങ്ങനെ നിരവധി ദുരന്തങ്ങൾ ഉണ്ടായത്. ഇതിനെയൊക്കെ ഒരു സർക്കാർ ഏതു രീതിയിലാണ്, ഇതിന് വയനാട് ദുരന്തം അടക്കമുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു,
വികസനം ചർച്ച ചെയ്യുകയാണെങ്കിൽ 110 ഗവൺമെന്റ് അതുപോലെ തന്നെ പാർട്ടിയൊക്കെ പറയുന്നുണ്ടെങ്കിലും 110 കടന്നു പോകാനാണ് സാധ്യത ഞാൻ കാണുന്നത്. UDFന്റെ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് അല്ല നിയമസഭയിൽ പ്രതിഫലിക്കുക. നിയമസഭയിൽ പ്രതിഫലിക്കുന്ന റിസൾട്ട് അത് നമുക്കൊരു 4 ടേമിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും കാണാൻ സാധിക്കുന്നത് ജനങ്ങളുടെ മനസ്സ് അത് എങ്ങോട്ടേക്കാണെന്ന് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവരെ UDFനെ ശിഥിലമാക്കുന്ന UDF എന്ന് പറയുന്ന ഈ കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് അധികാര കസേര നേടാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള പൗഡർ കുട്ടപ്പന്മാരെ പൊളിച്ചടക്കുന്ന ഒരു റിസൾട്ട് തന്നെയാകും 2026 എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെങ്ങനെയാണ് എന്നൊക്കെ കണക്ക് നിരത്തി തന്നെ അടുത്തൊരു വീഡിയോയിൽ വളരെ വിശദമായി തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.